നമസ്കാരം. വേദ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ശുക്രൻ മകരം രാശിയിൽ എത്തിയിരിക്കുകയാണ്. ഈ രാശി പരിവർത്തനത്തിന്റെ പ്രഭാവം ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. ശുക്രന്റെ രാശി മാറ്റത്തിലൂടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ വന്നെത്താൻ പോകുന്നത് പ്രധാനമായും ഈ നക്ഷത്രക്കാർക്കാണ്. ഇവർക്ക് സൗഭാഗ്യവും ഐശ്വര്യവും ജീവിതത്തിൽ നിലനിൽക്കുന്ന സുഖജീവിതത്തിന്റെ ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല വിധത്തിലുള്ള നേട്ടങ്ങളും അനുഭവഭേദ്യമാകും എന്ന കാര്യം ഓർക്കുക. ആഗ്രഹിച്ച കാര്യങ്ങളിൽ വിജയങ്ങൾ, ആഗ്രഹിച്ച വസ്തുക്കൾ, ഭാഗ്യം, സുഖ സൗകര്യങ്ങൾ എന്നിവ വന്ന് ചേരാവുന്നതാണ്. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഡിസംബർ 4, 5, 6, 7, 8 എന്നീ ദിവസങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളത്. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു. ശുക്രന്റെ മാറ്റം ഇവർക്ക് ഗുണകരമായി ഭവിക്കും. ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അഭിവൃദ്ധി ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ലഭിക്കാനുള്ള പണം അത് തിരികെ ലഭിക്കുകയോ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അല്പമെങ്കിലും പണം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. കൂടാതെ ജോലി സംബന്ധമായ യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരികയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ലാഭം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളർച്ച വന്ന് ചേരാവുന്ന സമയം കൂടിയാണ് ഇത്. ലാഭത്തിനുള്ള പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമായി തീരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പങ്കാളിയുമായി ബന്ധപ്പെട്ട സഹകരണം അനുകൂലമായി ഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അടുത്ത 5 ദിവസം ഇവർക്ക് പ്രധാനമായും മറ്റ് ദിവസങ്ങൾ 26 ദിവസം വരെ അനുകൂലമാണ് എങ്കിലും ഈ 5 ദിവസങ്ങൾ ഇരട്ടി ഭാഗ്യം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമാണ്. ഈ സമയം തീർച്ചയായും ഇവർക്ക് ഉയർച്ചയുടെ നാളുകൾ തന്നെയായിരിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിവർക്ക് പ്രകടമാകുന്നതായ ദിവസങ്ങളാണ് എന്ന് പരാമർശിക്കാം. ഈ സമയം തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ജീവിതത്തിൽ ശുഭകാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. കരിയറുമായി ബന്ധപ്പെട്ടും മാറ്റങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പുതിയ ബിസിനസ് ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കാര്യവിജയങ്ങൾ വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ സംതൃപ്തി വന്ന് ചേരുന്ന സമയമാകുന്നു. സാമ്പത്തിക ലാഭം നേടുന്നതിനും സാമ്പത്തിക സ്ഥിരത നേടുന്നതിനും സഹായകരമാണ് ഈ സമയം. ദാമ്പത്യവും പ്രണയവും അനുകൂലമാകുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ജീവിത പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, ബിസിനസ് വിപുലപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. തടഞ്ഞു വയ്ക്കപ്പെട്ട പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യം തൃപ്തികരമായി തീരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കടന്ന് വരുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള പുതിയ തൊഴിൽ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. വിശാഖം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്ന ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. നേട്ടങ്ങളുടെ ദിവസങ്ങൾ തന്നെയാകുന്നു. പല ആഗ്രഹങ്ങളും ഈ സമയങ്ങളിൽ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഇവരുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന, അർഹിക്കുന്നതായ അംഗീകാരം ലഭിക്കുന്നതായ സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമായി മാറും. ആരോഗ്യം അല്പം കൂടി തൃപ്തികരമായി മാറുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ആശങ്കകളും വെല്ലുവിളികളും
കുറയുന്നതായ സമയം കൂടിയായിരിക്കും ഇത്. അല്ലെങ്കിൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവിവാഹിതരായ വ്യക്തികൾക്കും അനുകൂലമായ സമയമാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം കാര്യവിജയങ്ങൾ വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. വീടിന് പോലും ഐശ്വര്യം നൽകുന്നതായ ദിവസം കൂടിയാണ് ഇത്. ഒപ്പമുള്ളവർക്കും അനുകൂലമായ ചില ഫലങ്ങൾ നൽകുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ല വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ, സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. കൈവായ്പ പോലുള്ള കാര്യങ്ങൾ തിരികെ ലഭിക്കുകയോ സഹായധനം ശരിയായ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ധനപരമായി അല്പം മുന്നിട്ട് നിൽക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം പല തരത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. സാമ്പത്തികപരമായ കുതിപ്പോ അല്ലെങ്കിൽ സുഖജീവിതമോ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനം പല കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ് പരമായ ലാഭമോ തൊഴിൽപരമായി ലഭിക്കുന്ന ധനമോ കൈവായ്പ തിരികെ ലഭിക്കുകയോ സഹായധനമോ ഇത്തരത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം കൈകളിലേക്ക് വന്നു ചേരാം. നേട്ടങ്ങൾ അനുഭവവേദ്യമാകുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ആഗ്രഹിച്ചതായ പല വസ്തുക്കളും വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഉയർച്ച പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദൃശ്യമാകുന്ന സമയമാകുന്നു. വരും ദിവസങ്ങളിൽ സമ്പൽ സമൃദ്ധി അനുഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഗുണകരമായ അഭിവൃദ്ധി, സാമ്പത്തികപരമായ അഭിവൃദ്ധി വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ലഭിക്കാനുള്ള പണം തിരികെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് കുതിപ്പ് ദൃശ്യമാകുന്നതായ സമയം കൂടിയാണ് ഇത്. ലാഭം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദാമ്പത്യ ജീവിതം അനുകൂലമായി ഭവിക്കാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായും അല്പം മുന്നിട്ട് നിൽക്കുന്ന ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ശ്രമിക്കുക. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പ്രധാനമായും സൗഭാഗ്യങ്ങൾ വന്നു ചേരുക, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് പലവിധ മാറ്റങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പുതിയ ബിസിനസ് ആരംഭിക്കുക, സാമ്പത്തികപരമായ ലാഭം തൊഴിൽപരമോ ബിസിനസ് പരമായോ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ജീവിത പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം തിരികെ ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ലഭിക്കേണ്ടതായ സഹായധനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ജോലി മാറുക, പുതിയ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സ് വിഷമിക്കുന്നു എന്നത് വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. ബിസിനസ് പരമായും തൊഴിൽപരമായും അനുകൂലമായ സമയം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യം. പൊതുവിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക.